ബൈ പോവല്ലേ. ഈ മൈനം പിന്നെ വിളിക്കുന്നു ഈ തമിഴിന്. ഈ തമിഴിന് എന്തിങ്ങനെ വട്ടായോ എന്നാ അണ്ണാ? നീ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഉച്ചക്ക്? അയ്യോ എനിക്ക് ഭക്ഷണം വേണ്ട. ചേട്ടൻ എന്താ കഴിക്കുക? ചേട്ടാ എനിക്ക് ബിരിയാണി വേണ്ട കേട്ടാ. ഓക്കെ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് എന്തെങ്കിലും ഷവർമ്മയോ എന്തെങ്കിലും മതി. ഷവർമ്മയല്ല, നിനക്ക് ബിരിയാണി മേടിച്ചോ, ചിക്കൻ ബിരിയാണി ഒന്നും മേടിച്ചോ ഇങ്ങക്ക് കഴിക്കാൻ. എനിക്ക് വല്ല മറ്റേ സാൻഡ്വിച്ച് എന്തെങ്കിലും ബ്രെഡ് ഓംലെറ്റോ ഒരു ജ്യൂസ് എന്തെങ്കിലും മതി. ജ്യൂസ് എന്തെങ്കിലും ഒരു പൈനാപ്പിളോ മാംഗോയോ എന്തെങ്കിലും. ഷവർമ്മ എനിക്ക് വേണ്ട, സാൻഡ്വിച്ച് മതി, ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മതി. ഓക്കെ എനിക്ക് ബ്രെഡ് ഓംലെറ്റ് ഒരു ജ്യൂസ് മതി കേട്ടാ. എന്തോ ആ ഓക്കെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കോൾ എടുക്കൂട്ടാ. ഓ ഫോൺ കയ്യിലെ വെച്ചേക്കണ, കോൾ വരുമ്പോ എന്തായാലും നമുക്ക് 867 ലാസ്റ്റ് ഞാൻ കോൾ എടുത്തിരിക്കും പോരെ. ഓക്കെ ബൈ. അയ്യോ അയാൾ പോകുമ്പോ വന്നിട്ട് ഇന്ന് പൊളിക്ക് ചിരി വരുന്നു. എന്റെ പൊന്നോ പാവാകുന്നു സംസാരം കേട്ടിട്ട്. എനിക്ക് നിങ്ങളുമായിട്ട് കൂടാൻ നല്ല ആഗ്രഹമുണ്ട്, പ്ലീസ്. ശങ്കരൻ കൂടാം. അയാൾ ബീറ് മേടിച്ചോട്ടാ വരുന്നുള്ളൂ, പക്ഷെ ഞാൻ കുടിക്കണില്ല. ആള് ഒന്നും കഴിച്ചിട്ടില്ലാന്ന് വെച്ചി. അപ്പൊ ആള് ഫുഡ് കഴിച്ചോട്ടെ. അപ്പൊ ആളുടെ കൂടെ കമ്പനി കൊടുക്കാൻ വേണ്ടിട്ട് ഞാനൊരു ജ്യൂസ് പറഞ്ഞു, കാരണം അയാളെ കഴിക്കത്തില്ല. അയാൾ കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാനൊരു ജ്യൂസും ഷവർമ്മ മറ്റേ സാൻഡ്വിച്ചും പറഞ്ഞു അതിന് കമ്പനി കൊടുക്കാൻ വേണ്ടിട്ട്. ഇന്ന് തമിഴ്നാട് സൗണ്ട് കേട്ടിട്ട് ഒരു ഭ്രാന്തനാന്ന് തോന്നുന്നു അല്ലേ. കഴിച്ചിട്ട് ഉറങ്ങാൻ വന്നതാണോ? അതേ പാവം സംസാരം. കളി കഴിഞ്ഞു സ്റ്റോറി ഇടണം, പിന്നെ തീർച്ചയായിട്ടും റോളക്സ് മൈന മോളെ. അയ്യോ അപ്പോൾ ഇന്ന് നല്ല കഥ കേൾക്കാം. പക്ഷെ അവൻ പറഞ്ഞിട്ടാ ലൈവിലൊന്നും പറയില്ലേ എന്ന്. എടാ ആരെടുത്തു ട്രോളല്ലടാ അതിന്റെ വോയിസ്, പാവം. കുറച്ച് വെപ്രാളം, കുറച്ച് ഫോണ് ഒന്ന് എടുക്കും പറയണേ. എല്ലാ സെപ്റ്റംബർ 867 അല്ലേ ഇപ്പൊ എത്തും. ചോദിക്കാം. അപ്പൊ ഇന്ന് എനിക്കും വേണം ആ കളി. സംസാരം പാവം, പാവാൻ തോന്നും. വരുമ്പോ അറിയാൻ ഇതിന് വലിയ കുരുത്തക്കേടാണോ എന്ന്. എന്റെ അനുഭവത്തിൽ എനിക്കറിയാം കുറെ തമിഴന്മാര് ചിലപ്പോ ഈ സംസാരം പോലെ ആവത്തില്ല ഇവര്. വിജി നല്ല സന്തോഷമുണ്ടല്ലോ, അത് തമിഴ് കസ്റ്റമർ കിട്ടിയതുകൊണ്ടാ. ലെവിൽ ബിജിയെ കിട്ടിയ സന്തോഷം. അതെ പാവ ഇക്ക ചോറ് ജ്യൂസ് കൊണ്ടാണ് വരുന്നത്. എന്റെ വയലതിച്ചിരിപ്പില്ല. ഞാൻ പതുക്കെ ഒന്ന് വോയിസ് വിട്ട് കേൾപ്പിച്ചേരാം. ഓക്കെ കേട്ടോ മൈനോ. അയ്യോ ഇനിത് മുടി പഠിച്ചിട്ടാണോ വരുന്നത് ആർക്കറിയോ. അയാളോട് ചോദിച്ചു നോക്കായിരുന്നു, അടിയിലൊക്കെ ഷേവ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്കിയാലോ. മൈന അടിയിൽ അണ്ടർ ഷേവിങ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാലോ.